ആകാശിനും അശ്വിനും അവർ വളർത്തുന്ന 2 നല്ല നായക്കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ ഓട്ടത്തിൽ വളരെ മിടുക്കന്മാരായിരുന്നു. ആ നാട്ടില് നായക്കുട്ടികൾക്കുള്ള ഒരു ഓട്ട മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. ആകാശും അശ്വിനും തന്റെ നായക്കുട്ടികളെ ഓട്ട മത്സരത്തിന് വേണ്ടി കൊണ്ടുവന്നു. ടിങ്കുവും ഡ്രോണിയുമാണ് ആ 2 നായക്കുട്ടികൾ. രണ്ടുപേരും നല്ല പോലെ ഓടി. ടിങ്കുവാണ് പക്ഷെ ഓട്ട മത്സരത്തിൽ ഒന്നാമനായത്. അങ്ങനെ ടിങ്കുവിന് സമ്മാനം കിട്ടുകയും ചെയ്തു. ടിങ്കുവിന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ടിങ്കു താൻ ജയിച്ചതിന്റെ സന്തോഷത്തിന് എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു. റോണി ടിങ്കുവിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. റോണിക്ക് ചോക്ലേറ്റ് കൊടുത്തുമില്ല. അവൻ മത്സരത്തിൽ തോറ്റുപോയതിന് അവനെ കളിയാക്കുകയും ചെയ്തു. അങ്ങനെ അടുത്ത മത്സരം ആരംഭിച്ചു. ആ മത്സരം എന്താണെന്നറിയാമോ? ബോള് ഫിനിഷിംഗ് പോയിന്റിലേക്ക് തട്ടി എത്തിക്കണം. അതാണ് മത്സരം. അങ്ങനെ അവരുടെ മത്സരം തുടങ്ങി. ഈ പ്രാവശ്യവും ടിങ്കു തന്നെയാണ് ബോള് ഫസ്റ്റ് തട്ടി മുന്നിലെത്തിയത്. പെട്ടെന്ന് ടിങ്കുവിന്റെ ബോള് തെറിച്ചു ദൂരോട്ട് പോയി. മത്സരത്തിൽ ജയിക്കണമെന്നുള്ള ഒറ്റ ശ്രദ്ധയില് പെട്ടെന്ന് ബോൾ എടുക്കാൻ പോയപ്പോ അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു. അത് കണ്ടില്ല. ടിങ്കു ആ ഹോളിലേക്ക് അങ്ങ് വീണുപോയി. ആ നേരം റോണി ബോള് തട്ടി ഫിനിഷിംഗ് പോയിന്റിന്റെ അവിടെ എത്താറായി. പെട്ടെന്നാണ് ടിങ്കു കുഴിയിൽ വീണ് കിടക്കുന്നത് റോണിയുടെ ശ്രദ്ധയിൽ പെട്ടത്. ടിങ്കുവിനെ രക്ഷിക്കാൻ റോണി വേഗം തന്നെ ഓടിപ്പോയി. അവൻ മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്നോ ഒന്നും അവൻ ചിന്തിച്ചില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ആപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് മാത്രമേ റോണിക്കുണ്ടായിരുന്നുള്ളൂ. റോണി വേഗം ചെന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി എന്താ ഉള്ളതെന്ന് നോക്കി. അവിടെ ഒരു സ്റ്റിക്ക് കിട്ടി. ആ സ്റ്റിക്ക് ഉപയോഗിച്ച് റോണിയും സഹായിച്ച് ടിങ്കുവിനെ പുറത്തിറക്കി. ടിങ്കു രക്ഷപ്പെട്ടതും റോണിനോട് ഒരു താങ്ക് യു പോലും പറയാതെ വേഗം ഓടി ബോളുമായിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകാനാണ് നോക്കിയത്. അവൻ അവിടെ ചെന്ന് പോകുന്ന വഴിക്കാണ് അവൻ ആലോചിച്ചത്, റോണി എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഫസ്റ്റ് ആകുമായിരുന്നു? അത് മാത്രമല്ല എന്റെ ജീവനും കൂടി ആപത്താകുമായിരുന്നു. പെട്ടെന്ന് അവന് നല്ല മനസ്സ് തോന്നി. അവൻ വേഗം തന്നെ അവിടെ നിന്ന് മാറി നിന്നു. ടിങ്കു മാറി നിൽക്കുന്നത് കണ്ടപ്പോ റോണി വേഗം തന്നെ ബോൾ തട്ടി ഫിനിഷിംഗ് പോയിന്റിലെത്തി. അങ്ങനെ റോണി ജയിച്ചു. റോണി ജയിച്ചതിൽ ടിങ്കുവിനും ഒരുപാട് സന്തോഷമായി. ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് അറിയാമോ? നമ്മളുടെ സന്തോഷ സമയത്ത് നമ്മളുടെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ടാകും. പക്ഷെ നമ്മളെ ആപത്ത് സമയത്ത് ആരാണോ രക്ഷിക്കുന്നത് അതാണ് നമ്മളുടെ നല്ല കൂട്ടുകാരൻ. അത് മാത്രമല്ല, ഒന്നിന്റെയും പേരിൽ ആരെയും മാറ്റി നിർത്താനോ കളിയാക്കാനോ പാടില്ല. നമുക്കൊരാപത്ത് വരുമ്പോ ചിലപ്പോൾ അവരായിരിക്കും നമ്മളെ സഹായിക്കാൻ പോകുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.